നമസ്കാരം. ജനാധിപത്യത്തിലെ യഥാർത്ഥ തമ്പുരാക്കന്മാർ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ പ്രധാന വിഷയം എമ്പുരാനും എമ്പുരാനിലെ തമ്പുരാക്കന്മാരുമാണ്. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. എമ്പുരാന്റെയും തമ്പുരാന്റെയും ഒക്കെ കഥ ഒടുവിൽ വരാം. പതിവ് പോലെ എനിക്ക് രാവിലെ കിട്ടിയ ഒരു മെസ്സേജാണ് ഇന്നത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പലതവണ സെയിലിംഗ് കമന്ററിയിൽ പരാമർശിക്കപ്പെട്ട ഒരു പേരാണ് DNV. കപ്പൽ മേഖലയിലെ ഒരു മുടിചൂട മന്നനാണ്. കാലപ്പഴക്കം ഏകദേശം 160 വർഷമാണ്. ഒരു സുഹൃത്ത്, എനിക്ക് പരിചയമില്ല, പക്ഷെ ഇപ്പോൾ പരിചയമായി. രാവിലെ എനിക്കൊരു മെസ്സേജ് അയച്ചു. DNV, ലീഡിംഗ് ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി. അദ്ദേഹം അയച്ചത് ഒരു പരസ്യമാണ്. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു പരസ്യമാണ് അദ്ദേഹം അയച്ചത്. അദ്ദേഹത്തിന് അത് ശ്രദ്ധയിൽപ്പെടാൻ കാരണമുണ്ട്. ലീഡിംഗ് ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി ആൻഡ് എ റെക്കഗ്നൈസ്ഡ് അഡ്വൈസർ ഫോർ ദ മാരിടൈം ഇൻഡസ്ട്രി. ഇപ്പൊ DNV എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ, 160 വർഷങ്ങളായിട്ട് മാരിടൈം സെക്ടർ മാത്രമല്ല, ഇപ്പൊ അത് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുമ്പോൾ ലോകത്തിൽ മിക്കവാറും എല്ലാ മേഖലയിലും അവരുണ്ട്. ഒരുപാട് തവണ DNVയെ കുറിച്ച് നമ്മുടെ സെയിലിംഗ് കമന്ററിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. DNVയെ കുറിച്ച് പറയുന്നത്, വി ഡെലിവർ വേൾഡ് റെനൗണ്ട് ടെസ്റ്റിംഗ്, സർട്ടിഫിക്കേഷൻ ആൻഡ് ടെക്നിക്കൽ അഡ്വൈസറി സർവീസസ് ടു ദി എനർജി വാല്യൂ ചെയിൻ ഇൻക്ലൂഡിംഗ് റിന്യൂവബിൾസ്, ഓയിൽ ആൻഡ് ഗ്യാസ് ആൻഡ് എനർജി മാനേജ്മെന്റ്. വിമാനവും കപ്പലും നമ്മുടെ എല്ലാം ഉണ്ട്. നമ്മുടെ ജീവിതത്തെയൊക്കെ നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കുന്ന ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് DNV. അവിടുത്തെ ഉദ്യോഗസ്ഥനായ രാജീവ് GS നമ്മുടെ തുറമുഖത്തിന്റെ വാതിൽക്കലാണ് അദ്ദേഹത്തിന്റെ തറവാട്. അദ്ദേഹം എനിക്ക് അയച്ചു തന്നത്, വർക്കിംഗ് വിത്ത് DNV, എ 160-year-old ഷിപ്പ് ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി ഫോർ ലാസ്റ്റ് 18 years. കഴിഞ്ഞ 18 വർഷമായിട്ട് അദ്ദേഹം ഈ DNVയിൽ ജോലി ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ പോർട്ടും DNVയും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ പോർട്ടിന്റെ ഭാവി എന്താണ് എന്നൊക്കെ കൃത്യമായി അറിയാം. അദ്ദേഹത്തിന്റെ ദൗത്യം ഇതാണ്: റെസ്പോൺസിബിൾ ആൻഡ് ബിസിനസ് ഹെഡ്, അറിയാമല്ലോ, ബിസിനസ് ഹെഡ് ഫോർ സൈബർ സെക്യൂരിറ്റി, എഞ്ചിനീയറിംഗ് ബിസിനസ് ഫോർ ഷിപ്സ് ആൻഡ് മാരിടൈം, എനർജി, ഓട്ടോമോട്ടീവ്, എയറോസ്പേസ്, മാനുഫാക്ചറിംഗ് ആൻഡ് ഹെൽത്ത് കെയർ ഫോർ ഇന്ത്യ ആൻഡ് മിഡിൽ ഈസ്റ്റ്. നമ്മുടെയും മിഡിൽ ഈസ്റ്റിന്റെയും ചുമതലയുള്ള പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഇവിടുത്തെ DNVയിൽ. കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ്? നമ്മുടെ അതേ വിഷയമാണ്, എനർജിയാണ്. അദ്ദേഹം എനിക്ക് രാവിലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു വലിയ പരസ്യം അയച്ചു. അത് കണ്ടിട്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ലോകത്തിലെ പല രാജ്യങ്ങളും വളരെ വേഗതയിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ അവസാനത്തെ എമ്പുരാൻ കഥയിലൂടെ പറയും. പരസ്യം ഇതാണ്. നമ്മൾ എപ്പോഴും കളിയാക്കാറുണ്ടല്ലോ ബിമാരു സ്റ്റേറ്റ്സ്. വളരെ പെട്ടെന്ന് ഈ ബിമാരു സ്റ്റേറ്റ്സ് ഒക്കെ കേരളത്തിനേക്ക് എടുത്ത് തൂക്കിയെറിയും. അങ്ങനെയാണ് അവരുടെ പോക്ക്. നമ്മളെപ്പോഴും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കും. എന്തിനാണ്? പിന്നോക്കാവസ്ഥയിൽ കേരളം അങ്ങ് മുമ്പിലാണല്ലോ, നമ്പർ 1 കേരളമാണല്ലോ. നമ്മളെപ്പോഴും പുച്ഛത്തോടെ പറയുന്ന, അല്ലെങ്കിൽ അവർ നമ്മളോടൊപ്പം എത്തിയിട്ടില്ല എന്നുള്ള നിലവാരത്തിൽ എപ്പോഴും പരാമർശിക്കുന്ന ബിമാരു സ്റ്റേറ്റുകളിൽപ്പെട്ട UP വിത്ത് ഓവർ 60 million tons ഓഫ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് 40 million tons ഓഫ് ഹോർട്ടിക്കൾച്ചർ പ്രൊഡ്യൂസർ. അപ്പൊ അറിയാലോ, 100 മില്യണായി. റാങ്ക്സ് നമ്പർ 1 ഇൻ ദ കൺട്രി. രാജ്യത്തെ ഈ ഉൽപാദനത്തിൽ അവർ നമ്പർ 1 ആണ്. UP പ്രൊഡ്യൂസേഴ്സ് മോർ ദാൻ 33% ഓഫ് വീറ്റ്. നമ്മൾ രാവിലെ കഴിക്കുന്ന ഗോതമ്പാട്ട, 33% ഓഫ് വീറ്റ് ഇൻ ദ കൺട്രി. ദിസ് പ്രൊവൈഡ്സ് ആംബിൾ ഗുഡ് ക്വാളിറ്റി ഫീഡ് സ്റ്റോക്ക് ഫോർ ദ മാനുഫാക്ചറിംഗ് ഓഫ് സാഫ്. സാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ. നമ്മൾ കപ്പലുകൾക്ക് മെത്തനോൾ പറയുന്നത് പോലെ വിമാനങ്ങൾക്ക് വേണ്ട മെത്തനോളിന്റെ മറ്റൊരു വകഭേദം. എന്റെ റിസോഴ്സ് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോ ഇതിന്റെ കമ്പനി തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇതിൽ ഉൽപാദനം നടത്താൻ, സാഫ് ഉൽപ്പാദിപ്പിക്കാൻ
നമ്മുടെ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ സാഫ് ഉൽപ്പാദിപ്പിക്കാൻ അന്തർദേശീയ കമ്പനികളെയും ദേശീയ സ്ഥാപനങ്ങളെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ടുള്ളതാണ് ആ പരസ്യം. ആ പരസ്യമാണ് ശ്രീ രാജീവ് എനിക്ക് രാവിലെ അയച്ചു തന്നത്. അദ്ദേഹം പറഞ്ഞു സിമിലർ ടു മെത്തനോൾ. അപ്പൊ അദ്ദേഹത്തെ പോലെ 18 വർഷമായിട്ട് ഒരു ആഗോള കമ്പനിയിൽ എനർജി മേഖല ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പരസ്യം സെയിലിംഗ് കമ്പനിക്ക് അയച്ചു തരണമെങ്കിൽ വെറുതെ ചെയ്യില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കാണേണ്ടവർക്ക് പെട്ടെന്ന് ബോധ്യമാകും, വെളിവുള്ളവർക്ക് ഇതെല്ലാം മനസ്സിലാകും, ഇല്ലാത്ത നമ്മൾ അത് അവസാനം വരാം. അപ്പോൾ ഈ പരസ്യത്തിന്റെ 2 ദിവസം മുമ്പ് ഞാൻ വേറൊരു വാർത്ത വായിച്ചത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇന്ത്യ ക്യാൻ ബി ഗ്രേറ്റ് പ്രൊഡ്യൂസർ ഓഫ് സാഫ്, സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ. നമുക്ക് മെത്തനോൾ എന്ന് പറയാം. ഇന്ത്യ ക്യാൻ ബി ഗ്രേറ്റ് പ്രൊഡ്യൂസർ ഓഫ് സാഫ്, ദ ഫ്യൂവൽ ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് പൊല്യൂഷൻ. പറയുന്ന ആരാണെന്ന് അറിയാമോ? എയർബസ് ഒഫീഷ്യൽ, നമ്മുടെ വിമാന കമ്പനി എയർബസ്. ഇത്തരം ആളുകൾ പറയുമ്പോൾ നമുക്ക് ഒരു വിലയുമില്ല. അവരെന്തൊക്കെയോ പറയുന്നു, അവർ പോകുന്നു. ഇന്ത്യ ക്യാൻ ബി ഗ്രേറ്റ് പ്രൊഡ്യൂസർ ഓഫ് സാഫ്, ദ ഫ്യൂവൽ ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് പൊല്യൂഷൻ, എയർബസ് ഒഫീഷ്യൽ. India has many attributes to become a great producer of SAF, which can help reduce pollution, as rice and wheat straws, Vaikol, can also be used as a feedstock for SAF. നമ്മൾ പറയുന്ന എല്ലാത്തരം അഗ്രികൾച്ചർ വേസ്റ്റ് ആണ് വിമാനം പറപ്പിക്കുന്ന ഇന്ധനത്തിന്. നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? അറബി നാട്ടിലെ എണ്ണ കൊണ്ടാണ് ഇതെല്ലാം ഓടുന്നത്. വേണമെങ്കിൽ ഇതൊക്കെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ഇത്തരം കപ്പലും ഓടിക്കാം, വിമാനങ്ങളും ഓടിക്കാം, ട്രെയിനും ഓടിക്കാം, ബസ്സും ഓടിക്കാം. പക്ഷേ അതൊക്കെ ചെയ്യണമെങ്കിൽ അവസാനം പറയാം. എയർബസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ തുടരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജൂലിയൻ മാൻസ് എന്നാണ്. ജൂലിയൻ മാൻസ്. ഇന്ത്യ ഹാസ് എ ലോട്ട് ഓഫ് അട്രിബ്യൂട്ട്സ് ടു ബിക്കം എ ഗ്രേറ്റ് സാഫ് പ്രൊഡ്യൂസർ. ദ ഫസ്റ്റ് വൺ ഇസ് ദ അവൈലബിലിറ്റി ഓഫ് ഫീഡ് സ്റ്റോക്ക്. ഉത്തർപ്രദേശിന്റെ കണക്ക് നിരത്തിയില്ലേ 100 മില്യൺ ടൺ പറയുന്നത് പോലെ, ദ ഫസ്റ്റ് വൺ ഇസ് ദി അവൈലബിലിറ്റി ഓഫ് ഫീഡ് സ്റ്റോക്ക്. ദർ ഇസ് എ ലോട്ട് ഓഫ് ബയോമാസ് വേസ്റ്റ്, യൂസ്ഡ് കുക്കിംഗ് ഓയിൽ ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ദറ്റ് ക്യാൻ ബി റിക്കവേർഡ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് സാഫ് ഉൽപ്പാദിപ്പിക്കാം. ജൂലിയൻ മാൻസ് എയർബസ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊന്നും ഇവിടെ നടക്കാത്തത്? ഉത്തർപ്രദേശുകാർ പോലും, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി പോലും നിങ്ങൾ ചാണകമെന്നോ സംഘിയെന്നോ എന്നൊക്കെ വിളിച്ച് അപമാനിക്കുന്ന ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി പോലും ഒടുവിൽ ഗൗരവത്തോടെ ഈ വിഷയം ഏറ്റെടുത്തു. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചെയ്യുന്നത് ഇനി പറയാം. സെയിലിംഗ് കമന്ററി ഒരിക്കലും ഇങ്ങനെ ഒരു വാക്ക് കോയിൻ ചെയ്തിട്ടില്ല. പക്ഷേ മിക്കവാറും സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു പേരാണ് കടകാര്യമന്ത്രി. ധനകാര്യമന്ത്രിയല്ല, കടകാര്യമന്ത്രി. എന്റെ ഓർമ്മയിൽ ഞാൻ ഈ ആദ്യം തുടങ്ങുന്നത് ജാലകമാണ്. ജാലകത്തിന് മുമ്പ് കണ്ണാടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവതരിപ്പിക്കുന്നത് ജാലകമാണ്. ജാലകം അവതരിപ്പിക്കുന്ന കാലത്ത് എന്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയത് 25,000 കോടി രൂപ കേരളത്തിന് കടമായി എന്നാണ്. അന്ന് തന്നെ അത് ഭയങ്കര ഞെട്ടലുളവാക്കിയ ഒരു സംഖ്യയാണ് 25,000 കോടി രൂപ. അത് പിന്നെ എന്റെ ഓർമ്മയിൽ ഞാൻ 40,000 കോടി വരെ, 25,000, 26 ആകുന്നു, 27 ആകുന്നു, 28 ആകുന്നു, അങ്ങനെ 1,000, 500,000 വെച്ചാണ് എന്റെ വളർച്ച. 40,000 വരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിപ്പോ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇപ്പോഴത്തെ കടം 2,52,000 കോടിയാണ്. എന്തൊരു കുതിപ്പാണ് ഈ കടം വാങ്ങുന്ന കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ജാഗ്രത, ആവേശം എമ്പുരാൻ സിനിമ പോലെയാണ്. റിലീസായ അന്ന് തന്നെ പടം കാണാൻ വേണ്ടി ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു ഹോളിവുഡ്, മോഹൻലാൽ ഫാൻസിന് ഒരു ഹോളിവുഡ് സിനിമ പോലെയായി തോന്നാം, അതിനപ്പുറം ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതെന്തോ ആയിക്കോട്ടെ, ഇവിടെ നമ്മുടെ സാമ്പത്തിക വർഷം തുടങ്ങിയപ്പോൾ തന്നെ സംസ്ഥാന കടകാര്യ മന്ത്രിയുടെ താല്പര്യം എന്താണ്? ഈ നടപ്പ് വർഷം ഫിനാൻഷ്യൽ ഇയർ 26-ൽ എത്ര കോടി കടം വാങ്ങാം? 45,000 കോടി കടം വാങ്ങാം. നമ്മൾ ആരെങ്കിലും നമ്മുടെ സാധാരണ ജീവിതത്തിൽ മനുഷ്യർ എങ്ങനെയെങ്കിലും ഈ കടം കുറയ്ക്കാനല്ലേ നോക്കുകയുള്ളൂ. ഈ കടം കുറച്ച് പലിശ അടച്ച് ആ തലവേദന ഒഴിവാക്കാൻ നോക്കുമ്പോൾ ഇവിടെ മന്ത്രിസഭ ഒന്നടങ്കം തീരുമാനിക്കുന്നത് അടുത്ത 45,000 കോടി രൂപ അടുത്ത വർഷം വാങ്ങുന്നതിൽ ആദ്യ ഗഡു 3 വർഷത്തിനുള്ളിൽ എത്ര വാങ്ങണം? 11,000 കോടി രൂപ. അതിന്റെ കലണ്ടർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്.
3 ദിവസത്തിനകം, ധനകാര്യ വർഷം തുടങ്ങി 3 വർഷത്തിനകം കലണ്ടർ തയ്യാറാക്കി ആദ്യത്തെ 11,000 കോടി രൂപ കടമെടുക്കണം, പിന്നെ ഇന്ന മാസങ്ങളിൽ കടമെടുക്കണം. ഇങ്ങനെ കടമെടുത്ത് കുത്തുപാള എടുത്തിരിക്കുന്ന ഈ സംസ്ഥാനത്തിന് എന്ത് സാഫ്, എന്ത് മെത്തനോൾ? എല്ലാവരും എമ്പുരാനേക്കാൾ വലിയ തമ്പുരാന്മാരായിട്ട് ഈ കടം വാങ്ങി ജീവിക്കുന്ന ഒരു തറവാടായി കേരളം ഏതെങ്കിലും നാളിൽ കുത്തുപാള എടുത്ത് തകർന്ന് തരിപ്പണമാകും. ഇല്ലാതിരിക്കണമെങ്കിൽ ജനങ്ങൾ ഇറങ്ങി ഈ നാടിനെ രക്ഷിക്കണം. മുങ്ങാൻ പോകുന്ന കേരളം എന്ന കപ്പലിൽ നിന്ന് ചാടി നമുക്ക് രക്ഷപ്പെട്ട് വേറെ ഏതെങ്കിലും കപ്പലുകൾ നമ്മുടെ കടവിലടുത്തോ എന്ന് നമുക്ക് നോക്കാം. സൈനിങ് ഓഫ്, എലിയസ് ജോൺ.